ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. രഞ്ജിത്ത് ഹിയർ. സോ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു പശ്ചാത്തലം ഇക്കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷനാണ്. നമുക്കറിയാം, ഒരല്പം സർപ്രൈസിംഗ് ആയിട്ടുള്ള രീതിയിലൊക്കെ അവിടെ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. എങ്കിൽ തന്നെയും ആ ഒരു പർട്ടിക്കുലർ എക്സാമിനേഷനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് അത്തരത്തിൽ ചെയ്യുന്ന ഒരു വീഡിയോ അല്ല ഇത്. പൊതുവിൽ നമുക്ക് ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിൽ കാണാവുന്ന ഒരു എവല്യൂഷനുണ്ട്. അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് പ്രിപ്പറേഷൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ചില കാര്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ന്യൂ ഡയറക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ അത്തരത്തിലുള്ള ചില കാര്യങ്ങളെക്കുറിച്ചായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിഗ്രി ലെവൽ എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. സോ വീഡിയോ മുഴുവനായും കാണുന്നതിന് വേണ്ടി ശ്രമിക്കുക. എനിവേ, വിത്തൗട്ട് ഫോർ ദ ഡിലേ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പൊതുവിൽ നമ്മൾ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിൻ്റെ ഒരു നേച്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എവല്യൂഷൻ ശ്രദ്ധിച്ചാൽ ഇതൊരു വൺ ടൈം സർപ്രൈസ് അല്ല. എപ്പോഴും ഒരു റിഫോർമേഷന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു എവല്യൂഷൻ വരുന്ന ഒന്നാണ് PSC കണ്ടക്ട് ചെയ്യുന്ന ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസ് എന്നുള്ളത്. ഈ പാറ്റേൺ ഇത്തരത്തിൽ ഇവോൾവ് ചെയ്ത് വരികയാണ്. അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഈ ഒരു ഫാക്ച്വൽ റീകോൾ എന്നതിൽ നിന്നും പ്രാക്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ് എത്രമാത്രം ഉണ്ട് എന്നത് ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ പരീക്ഷകൾ മാറുകയാണ്. ഉദ്ദേശം വളരെ സിമ്പിളാണ്. ഈ പ്രഡിക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷനെ ബീറ്റ് ചെയ്യണം. അതായത് ഒരു പരീക്ഷ ഈ രീതിയിലൊക്കെ ആയിരിക്കും, ഈ രീതിയിലാണ് ചോദ്യങ്ങൾ വരിക, ഇങ്ങനെ മുൻവിധിയോടുകൂടി കണ്ടുകൊണ്ടുള്ള ഒരു പ്രിപ്പറേഷൻ, അതിനെ ബീറ്റ് ചെയ്യുക. അതാണ് ബേസിക്കലി PSC ഉദ്ദേശിക്കുന്നത്. കൂടുതലും ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ലോജിക് എന്നതൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ്, പ്രത്യേകിച്ച് ഡിഗ്രി തലത്തിലുള്ള പരീക്ഷകൾ മാറുകയാണ്. സോ പ്രാഥമികമായിട്ട് ഈ ഒരു പാറ്റേൺ ഷിഫ്റ്റ് ഉണ്ട് എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇനി രണ്ടാമതായിട്ട് വൈ PSC ഈസ് ചേഞ്ചിങ് ദ ഗെയിം. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നത്? അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് മാസിവ് കോമ്പറ്റീഷനാണ്. അതായത് ഈ കോമ്പറ്റീഷൻ്റെ ഒരു അളവ് വർദ്ധിക്കും തോറും ഈ ഫിൽറ്ററിങ് കുറച്ചും കൂടി ബെറ്ററായി വരണം. അത് ഏതൊരു റിക്രൂട്ടിംഗ് ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം മുൻപിലുള്ള ഒരു നീഡാണ്. അതായത് ലക്ഷക്കണക്കിന് ആസ്പിറൻസ് ആണ് ഈ ഒരു സിലബസ് പഠിച്ചുകൊണ്ട്, പ്രോബബ്ലി ഒരേ രീതിയിലുള്ള മെറ്റീരിയൽസും ഒരേ രീതിയിലുള്ള ഫാക്റ്റും ഒക്കെ പഠിച്ചുകൊണ്ട് എക്സാമിനേഷന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷയിൽ കോമ്പീറ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ഒരു ഫിൽറ്ററിങ് ഒരു ഫാക്ച്വൽ റീകോളിൻ്റെ ബേസിൽ മാത്രമായിട്ട് ചെയ്യുക എന്നത് ഒരിക്കലും ഒരു റിക്രൂട്ടിംഗ് ഏജൻസി പ്രിഫർ ചെയ്യുകയില്ല. മറിച്ച് ആ ഒരു ഫിൽറ്ററിംഗ് ബെറ്റർ ആക്കാനായിട്ട് എപ്പോഴും നോക്കും. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള ചേഞ്ചസ് കൊണ്ടുവരുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ തിങ്കിങ് അല്ലെങ്കിൽ അനലിറ്റിക്കൽ കേപ്പബിലിറ്റി കൂടുതൽ മാറ്റർ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാറുന്നു. ടെംപ്ലേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷനെ ബീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യുക. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ചില കോച്ചിങ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ. അതുപോലെ തന്നെ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ, ഈ ഒരു സിലബസിലുള്ള ഒരു പരീക്ഷ ഈ രീതിയിലായിരിക്കും എന്ന മുൻവിധിയോടുകൂടി നമ്മളൊരു പരീക്ഷയെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടെംപ്ലേറ്റിനെ ബ്രേക്ക് ചെയ്യുക. അതുപോലെ ഈ റെപ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജും മാറണം. അതായത് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി റിപ്പീറ്റ് ചെയ്ത് പ്രിപ്പറേഷൻസ് ചെയ്യുന്ന ആസ്പിറൻസ് ഉണ്ടാകും. സോ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാകാനായിട്ട് പാടില്ല. അതിനും അപ്പുറത്തേക്ക് അനലിറ്റിക്കലായിട്ട് അല്ലെങ്കിൽ സർപ്രൈസിങ് എലമെൻറ്റ്സ് വന്നുകൊണ്ട് ആ രീതിയിലേക്ക് എക്സാമിനേഷൻസ് മാറണം എന്നുള്ളതാണ് ഇവിടെ PSC ചെയ്യുന്നത്. ബേസിക്കലി അതിൻ്റെ ഒരു ഉദ്ദേശം നമ്മളിവിടെ പറഞ്ഞതുപോലെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഫിൽറ്ററിംഗ് ആണ്. ഇനി ഇത്തരത്തിൽ ഹൗ ദീസ് ക്വസ്റ്റ്യൻ പാറ്റേൺസ് ആർ ഇവോൾവിങ്, എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ മാറ്റങ്ങൾ ഈ കഴിഞ്ഞ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിൽ കണ്ടത്? ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു പാറ്റേൺ ചേഞ്ചോ അല്ലെങ്കിൽ ഈ സർപ്രൈസ് എലമെൻസോ വന്നത് ഇക്കഴിഞ്ഞ ആ ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ മാത്രമല്ല, ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസ് വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യുകയാണെങ്കിൽ, അതിപ്പോൾ പ്രിലിംസ് എന്ന് മാത്രമല്ല മെയിൻസ് എക്സാമിനേഷൻസ് ഒക്കെ വാച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് വളരെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഈ ഫാക്ച്വൽ റീകോൾ എന്നതിൽ നിന്നും അനലിറ്റിക്കൽ തിങ്കിങ് ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് മാറി എന്നുള്ളതാണ്. ബേസിക്കലി സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു ഘട്ടം മുതലാണ് ഈ ഒരു ചേഞ്ച് വരുന്നത്. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് പാറ്റേൺ ചേഞ്ചുകളുണ്ട്. അതായത് ഇപ്പോൾ മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, അസേർഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ ഓരോ രീതിയിലും PSC ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേണിലും അതിൻ്റെ ശൈലിയിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഈവൻ സെയിം ടോപ്പിക് അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള ആംഗിൾസിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. കോർ ടോപ്പിക്സ് ആയിട്ടുള്ള ചില റീജൻസ് ഉണ്ട്, അവിടെ നിന്നും ചോദ്യം വരും എന്ന് നമ്മൾക്കറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രെഡിക്റ്റബിലിറ്റി ബീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഡിഫറെൻറ്റ് ആംഗിൾസിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. കോൺസെപ്റ്റുകളെ കണക്ട് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ എലിമിനേഷൻ ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ്. ഈ എലിമിനേഷൻ എന്നുള്ളൊരു കാര്യം ജസ്റ്റ് ഒരു ടെക്നിക്ക് എന്ന രീതിയിൽ പഠിച്ചു വെക്കേണ്ട, അല്ലെങ്കിൽ ഏതെങ്കിലും അത്തരത്തിലുള്ള 2-3 ചോദ്യങ്ങൾ സോൾവ് ചെയ്തുകൊണ്ട് ഈ ഫാക്റ്റുകൾ എലിമിനേറ്റ് ചെയ്യാം, അങ്ങനെ പഠിക്കേണ്ട ഒരു കാര്യമല്ല. നിങ്ങൾ ട്രെയിൻ ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ബേസിക്കലി ആ ഒരു തിങ്കിങ് കേപ്പബിലിറ്റി ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ഒന്നാണ് ഈ എലിമിനേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതുപോലെ ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് പ്രാക്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ്, ഇത് ടെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ, ഇങ്ങനെയൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു എവല്യൂഷൻ നമ്മൾക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇനി വാട്ട് ഫ്യൂച്ചർ എക്സാംസ് മേ ലുക്ക് ലൈക്ക്. ഇനി മുന്നോട്ടുള്ള പരീക്ഷകളിൽ കൂടുതൽ അങ്ങനെയുള്ള ഇംപ്രൊവൈസേഷൻസ് നമ്മൾ പ്രതീക്ഷിക്കണം. അതിൽ ഒന്നാമത്തേത് ഇപ്പോൾ അസേർഷൻ ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഈ കഴിഞ്ഞ എക്സാമിനേഷനിൽ തന്നെ നമുക്ക് കാണാൻ സാധിച്ച ഒരു കാര്യമാണ്, ഈ ലോജിക് അപ്ലൈ ചെയ്യേണ്ട ചില ചോദ്യങ്ങൾ അതൊരിക്കലും ഇമ്പോസിബിൾ ടു സോൾവ് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ല. ഒന്ന് ചിന്തിച്ചാൽ എഴുതാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എന്നാൽ അവിടെയുള്ള ഏക ചലഞ്ച് എന്ന് പറയുന്നത് ഒട്ടും തന്നെ പരിചിതമല്ല. ആ രീതിയിൽ ആ വിഭാഗങ്ങളിൽ നിന്ന് മുൻകാലത്ത് ക്വസ്റ്റ്യൻസ്
ചോദിച്ചിട്ടില്ല. സോ നമ്മളത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അങ്ങനെയാണ് ഒരു സർപ്രൈസിങ് എലമെൻ്റ് ആയിട്ട് അത് മാറുന്നത്. മോർ കോൺസെപ്ച്വൽ GK ക്വസ്റ്റ്യൻസ് വരും കാലങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ പ്രതീക്ഷിക്കാത്ത റീജിയൻസിൽ നിന്ന് പോലും ഒരു ചോദ്യം ലെങ്തി ആയി മാറ്റിക്കൊണ്ട് മാത്രമല്ല, മറിച്ച് ഒരു ക്വസ്റ്റ്യനിൽ ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിലുള്ള ഒരു ടൈം പ്രഷർ ആഡ് ചെയ്തുകൊണ്ട് അത്തരത്തിൽ ക്വസ്റ്റ്യൻസ് വരാം. അത്തരത്തിലുള്ള പല എക്സാം ട്രാപ്പുകളും വരാം. പാറ്റേൺ ആൻഡ് സിലബസ് എക്സ്പാൻഷൻ, അതായത് നമുക്ക് നൽകിയിട്ടുള്ള സിലബസിൽ നിന്നും അതേപടി ക്വസ്റ്റ്യൻസ് ചോദിക്കണം എന്ന നിർബന്ധമില്ല. അതിന് താഴെയായിട്ട് PSC വളരെ ഒരു ക്ലോസ് വളരെ വ്യക്തമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും പുറത്തേക്ക് പോലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അതുമായി ബന്ധപ്പെട്ട് പോലും ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാം. സോ അങ്ങനെയുള്ള എക്സ്പാൻഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂ ക്വസ്റ്റ്യൻ പാറ്റേൺസ്, അതായത് ഇപ്പോൾ നമ്മളിവിടെ മെൻഷൻ ചെയ്തതിനും അപ്പുറത്തേക്ക് ഉള്ള ക്വസ്റ്റ്യൻ പാറ്റേൺസും ഒക്കെ നമ്മൾക്ക് വരും കാലങ്ങളിൽ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ഇതിൻ്റെ അർത്ഥം ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ എക്സാമിനേഷൻസ് ഇമ്പോസിബിൾ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതേ അല്ല. പ്രെഡിക്റ്റബിലിറ്റി എന്നൊരു കാര്യം മാറ്റുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ചേഞ്ചസ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഇനി ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ദ ആസ്പിരൻസ് മേക്ക്, അതായത് ഈ പ്രിപ്പറേഷനിൽ വരുത്തുന്ന മിസ്റ്റേക്സിനെ കുറിച്ച് മുൻകാലത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞിട്ടൊരു കാര്യമാണ് ഈ പാസീവ് പ്രിപ്പറേഷൻ. അതായത് ആദ്യ കാലങ്ങളിലൊക്കെ എക്സാമിനേഷൻസിന് തയ്യാറെടുക്കുന്ന പോലെ വളരെ പാസീവായിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്യുക, ഒട്ടും തന്നെ ഒരു ആക്റ്റീവ് സ്റ്റഡി നടത്താതിരിക്കുക എന്നുള്ളത് അത് ഈ കാലഘട്ടത്തിലുള്ള എക്സാമിനേഷൻ്റെ ശൈലിക്ക് ഒട്ടും തന്നെ യോജിച്ച ഒന്നല്ല. അതുപോലെ പലരും ചെയ്യുന്നൊരു കാര്യമാണ്, എക്സാമിനേഷൻ ഒരു അല്പം ഡിഫറൻ്റ് ആയിട്ട് വരുമ്പോൾ അവിടെ വ്യത്യസ്തമായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ സോഴ്സൊക്കെ അന്വേഷിച്ച് പോയി മെറ്റീരിയൽസ് കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഈ ഫാക്റ്റുകൾ കളക്ട് ചെയ്യുന്നത് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇതല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. ഇങ്ങനെയുള്ള പഠനമല്ല, മറിച്ച് നിങ്ങൾ എക്സാമിനേഷന് വളരെ വ്യക്തമായിട്ട് ട്രെയിൻഡ് ആവുകയാണ് വേണ്ടത്. അത് മനസ്സിലാക്കുക. അതും വലിയൊരു മിസ്റ്റേക്കാണ്, സ്റ്റഡിങ് വിത്തൗട്ട് ട്രെയിനിങ്. ഇനി ഡിപ്പെൻഡിങ് ഓൺ പ്രെഡിക്റ്റബിൾ പാറ്റേൺസ്, എപ്പോഴും ഒരു പരീക്ഷ എഴുതുന്നതിന് മുൻപായിട്ട് സ്വാഭാവികമായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യും, അത് വർക്കൗട്ട് ചെയ്യും. നമ്മുടെ മനസ്സിലൊരു ചിത്രമുണ്ട്, അതായത് ഈ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക, ഈ പാറ്റേണിലായിരിക്കും, ഈ ഡിഫിക്കൽട്ടി ലെവലിലായിരിക്കും. അപ്പോഴും നമ്മൾ മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യം എക്സ്പെക്ട് ദി അൺഎക്സ്പെക്റ്റഡ് എന്നൊരു കാര്യമാണ്. അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പാറ്റേണോ ഡിഫിക്കൽട്ടി ലെവലോ ശൈലിയോ മാർക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനോ ഒക്കെ വന്നാൽ നമ്മളത് നേരിടാൻ തയ്യാറായിരിക്കണം. അതായത് എക്സാമിനേഷൻ ഹാളിൽ ആ കാര്യങ്ങൾ ഒരു ടെമ്പറിമെൻറ്റോടുകൂടി ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കണം എന്നുള്ളതാണ്. ഇനി എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് ഇൻഫർമേഷൻ ഓവർലോഡ്. നമ്മുടെ തന്നെ ആസ്പിരൻസ് ഷെയർ ചെയ്തിട്ടുള്ള ഒരു ഡാറ്റ വെച്ച് നോക്കിയാൽ ചില ആളുകൾക്കൊക്കെ ഈവൻ നന്നായിട്ട് പ്രിപ്പറേഷൻസ് ചെയ്തിട്ട് പോലും 40-45 ഒക്കെ സ്കോർ ചെയ്ത ആളുകളുണ്ട്. അതേ രീതിയിലൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്ത് 65 അതിന് മുകളിലും ഒക്കെ സ്കോർ ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. മാറ്റർ ചെയ്തിട്ടുള്ളത് എക്സിക്യൂഷനാണ്. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. എനിവേ, ഈ ഒരു ഘട്ടത്തിൽ ഹൗ ആസ്പിരൻസ് ഷുഡ് പ്രിപ്പയർ, കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്നൊരു കാര്യം വ്യക്തമായിട്ട് എപ്പോഴും പ്രിപ്പറേഷനിൽ വേണം. അതായത് ഈ ഫാക്റ്റുകൾ കൂടുതൽ പഠിക്കുക എന്നുള്ളതല്ല, പഠിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അതിപ്പോൾ ഈ ലോജിക്കലായിട്ടുള്ള റീജിയൻസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അരിത്തമെറ്റിക്, മെൻ്റൽ എബിലിറ്റി, ഇംഗ്ലീഷ് ഗ്രാമർ, ഇവിടെ മാത്രം വേണ്ട ഒരു കാര്യമല്ല. നമ്മൾ പഠിക്കുന്ന സിവിക്സ് ആണെങ്കിലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഇക്കണോമിക്സ് ആണെങ്കിലും ആ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചിരിക്കണം. കാരണം ഈ കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് എത്രത്തോളം ഉണ്ട് എന്നത് ടെസ്റ്റ് ചെയ്യുന്നതിലേക്ക് തീർച്ചയായിട്ടും നമ്മുടെ എക്സാമിനേഷൻസ് കൂടുതൽ മാറും എന്നുള്ളതാണ്. പഠിക്കുമ്പോൾ എപ്പോഴും ഈ വൈ അല്ലെങ്കിൽ ഹൗ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓരോ പോയിന്റുമായി ബന്ധപ്പെട്ടും കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടും ചോദിച്ച് അങ്ങനെ പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ആക്റ്റീവ് ലേണിംഗ് ഓവർ പാസീവ് ലേണിംഗ്. പലതവണ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണത്. ഏതൊക്കെ കോച്ചിങ് ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്താലും അങ്ങനെ ഒരു ടെംപ്ലേറ്റ് രീതിയിലൊക്കെ നിങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്താലും പഠനം എന്നുള്ളത് എപ്പോഴും ആക്റ്റീവായിട്ടുള്ള ഒരു പ്രോസസ്സ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ആൻഡ് ഡെവലപ്പ് അനലിറ്റിക്കൽ കേപ്പബിലിറ്റി, ലോജിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ അനലിറ്റിക്കൽ കേപ്പബിലിറ്റി നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. അറ്റംപ്റ്റ് ചാലഞ്ചിങ് ക്വസ്റ്റ്യൻസ്, നമ്മുടെ സിലബസിൽ നിന്ന് ഒരല്പം എക്സ്റ്റെൻഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള പാറ്റേണിലുള്ള ചോദ്യങ്ങൾ, ഇതെല്ലാം അതായത് നിങ്ങൾക്ക് പൊതുവിൽ ചലഞ്ചിങ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്ത് ശീലിക്കുക എന്നുള്ളതാണ്. അത് കൂടുതൽ നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കും. ആൻഡ് ഇംപ്രൂവ് എക്സിക്യൂഷൻ അണ്ടർ പ്രഷർ, ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ്. നമ്മൾ എത്ര തന്നെ പ്രിപ്പറേഷൻസ് ചെയ്താൽ ഇതെങ്ങനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും അധികം മാറ്റർ ചെയ്യുന്ന ഒരു കാര്യം. അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ആൻഡ് നൗ ഹൗ ടു ഗെറ്റ് ദാറ്റ് റിയൽ കോമ്പറ്റേറ്റീവ് എഡ്ജ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ ഡോണ്ട് ജസ്റ്റ് പ്രിപ്പയർ, ഗെറ്റ് ട്രെയിൻഡ്. അതായത് നിങ്ങൾ ഈ പ്രിപ്പറേഷൻ ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ ഈ ലെവലിലുള്ള ഈ രീതിയിലുള്ള ഒരു എക്സാമിനേഷൻ അല്ലെങ്കിൽ അതിന് മുകളിൽ ചലഞ്ചിങ് ആയിട്ട് ഒരു എക്സാമിനേഷൻ എഴുതാൻ നിങ്ങൾ ട്രെയിൻ ചെയ്യപ്പെടണം. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് തിങ്ക്, അഡാപ്റ്റ് ആൻഡ് എക്സിക്യൂട്ട്. ഈ ഒരു സിലബസിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മാർക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യത്തിലോ ഒക്കെ ചെറിയ ഡീവിയേഷൻസ് വരുമ്പോൾ നിരാശ എന്നുള്ളത് സ്വാഭാവികമാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നിന്നും എക്സാമിനേഷൻസ് മാറുമ്പോൾ. ബട്ട് അൾട്ടിമേറ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനാണ്. അങ്ങനെ വരുന്ന ചേഞ്ചസ് എല്ലാവരെയും ബാധിക്കും. ആ ചേഞ്ചിനെ നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു, അതിനനുസരിച്ച് നമ്മൾ എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു, ഇതാണ് യഥാർത്ഥത്തിൽ മാറ്റർ ചെയ്യുന്നത്. ആ കാര്യത്തിൽ ശ്രദ്ധിക്കുക, എക്സിക്യൂഷനിൽ ശ്രദ്ധിക്കുക. എപ്പോഴും ക്വാളിറ്റി എന്നുള്ളത് പ്രിഫർ ചെയ്യുക ഓവർ ക്വാണ്ടിറ്റി, പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിൽ. കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതല്ല, പഠിക്കുന്ന കാര്യങ്ങൾ ക്വാളിറ്റിയിൽ പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. പ്രിപ്പറേഷൻ മസ്റ്റ് ഇവോൾവ്. എക്സാമിനേഷൻസ് ഇവോൾവ് ചെയ്യുകയാണ്. പ്രിപ്പറേഷൻ ഇവോൾവ് ചെയ്യണം എന്നുള്ളത് ഏറ്റവും അധികം ആവശ്യമുള്ളൊരു കാര്യമാണ്. അത് മനസ്സിലാക്കുക.
ആൻഡ് എക്സിക്യൂഷൻ ക്വാളിറ്റി ആക്ച്വലി ഡിസൈഡ്സ് ദ ഡിഫറൻസ്. എക്സിക്യൂഷൻ എന്നൊരു കാര്യം പലർക്കും ഇപ്പോഴും സംശയമുള്ളൊരു കാര്യമാണ്. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ കൊണ്ടുപോയി റീപ്രൊഡ്യൂസ് ചെയ്യുക എന്നത് മാത്രമല്ല നമ്മൾ ഈ എക്സിക്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ പഠനത്തിൻ്റെ ഒരു ശൈലി തന്നെയാണത്. അതായത് നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ തന്നെ സ്വീകരിച്ച് വരേണ്ട ഒരു മാർഗ്ഗവും എങ്ങനെ നമ്മൾ എക്സാമിനേഷനെ കാണുന്നു, ആ കാര്യങ്ങൾ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഈ എക്സിക്യൂഷൻ എന്നുള്ളത്. വളരെ വിശദമായിട്ട് നമ്മൾ ഒരു പ്രിപ്പറേഷൻ എക്സിക്യൂഷൻ സീരീസ് എന്ന രീതിയിൽ ഒരു വീഡിയോ സീരീസ് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ഇപ്പോഴും അതൊരു പ്ലേലിസ്റ്റായിട്ട് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സമയമുള്ള അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അത് കാണാവുന്നതാണ്. എനിവേ, വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണത്. അതല്ലെങ്കിൽ ഒരുപാട് എഫേർട്ട് ഇട്ടതിന് ശേഷവും നമ്മൾ പ്രതീക്ഷിച്ചൊരു റിസൾട്ട് നമ്മൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയില്ല. സോ ഇത്രയും കാര്യങ്ങളൊക്കെ പ്രാഥമികമായിട്ട് ശ്രദ്ധിക്കുക. വരും ദിവസങ്ങളിൽ കൂടുതൽ വീഡിയോസ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ചെയ്യുന്നതായിരിക്കും. സോ ആ കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന 30-day പ്രിലിംസ് എക്സിക്യൂഷൻ ലാബ്, ആ ഒരു പ്രോഗ്രാമിലേക്കുള്ള അഡ്മിഷൻസ് ഇപ്പോഴും ഓപ്പൺ ആണ്. ഈവൻ അവസാന ഘട്ടങ്ങളിലൊക്കെ എക്സാമിനേഷനുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു ഘട്ടത്തിലും ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമാകാം. കോഴ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഇവിടെയുള്ള ഈ ഒരു പർട്ടിക്കുലർ നമ്പറിൽ PL30 എന്നൊരു വാട്സപ്പ് മെസ്സേജ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെയും നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ ഭാഗമാകാം. ആൻഡ് മേക്ക് ഷുർ ടു ജോയിൻ us on ടെലിഗ്രാം as well. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ നമ്മൾ ടെലിഗ്രാം ചാനൽ വഴിയായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ടെലിഗ്രാം ആപ്ലിക്കേഷനിൽ PSC പാഠശാല എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പബ്ലിക് ചാനൽ ലഭ്യമാകും. അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ഞാൻ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നത് ഈ ഒരു ആദ്യഘട്ട പ്രിലിമിനറി എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ പോലും അതിൻ്റെ ഒരു വ്യൂ പോയിന്റിൽ മാത്രം നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. പൊതുവിൽ നമ്മൾ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിന് തയ്യാറെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഈ ഒരു ഘട്ടത്തിൽ ചെയ്തത്. മെയിൻസ് എക്സാമിനേഷനിലൊക്കെ ഇത് വളരെയധികം മാറ്റർ ചെയ്യുന്ന ഒന്നാണ്. സോ ഈ ഒരു ഘട്ടത്തിൽ തന്നെ പഠനത്തിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ, പഠനത്തിൻ്റെ ശൈലിയിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളതാണ്. എനിവേ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എന്തെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ അഡ്രസ്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കോമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാവുന്നതാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദിസ് പർട്ടിക്കുലർ വീഡിയോ, ആൻഡ് ഐ ഹോപ്പ് ടു സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.